അപ്പോൾ ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്ന അടിപൊളി വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനി ആ പുളിശ്ശേരിയൊക്കെ കൂട്ടി കുഴച്ച് നമുക്ക് കുഴച്ചടിക്കാം. അപ്പം അടുത്തതായി ഞാനിവിടെ അരങ്ങേറി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പുളിശ്ശേരി കുഴച്ചടി ആണ്. അതിനായിട്ട് വളരെ കുറച്ച് ചോറ്, വളരെ കുറച്ച് ചീനി. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് കപ്പ ഉടച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഇതാ നല്ല സൂപ്പർ കുഞ്ഞു വറ്റ കേട്ടോ. ഇത് വറ്റ നല്ല മുളക് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കപ്പയുടെ കൂടെയൊക്കെ കൂടുതൽ സ്വാദി കുടമ്പുളിയിട്ട മീൻകറിയാണല്ലോ. അപ്പോൾ അതേ ആവശ്യത്തിന് ചാറൊഴിച്ചിട്ടുണ്ട്, 2-3 കഷ്ണം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ പുളിശ്ശേരിയും കൂടി എടുത്ത് കമത്തി കേട്ടോ. എനിക്ക് പുളിശ്ശേരി മുന്നിൽ നിൽക്കണം. അപ്പോൾ അതേ ഈ മീൻകറിയിലെ ഉള്ളി കിട്ടുക എന്ന് വെച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുന്നല്ല കേട്ടോ. ആ മീൻകറിയിലെ ഉള്ളി മാത്രം ആരെങ്കിലും എടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? കിടിലൻ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതേ ആ ഉള്ളിയും കപ്പയും ഒരു പീസ് മീനെല്ലാം കൂടെ വെച്ച് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ഇപ്പം ആലോചിച്ചിട്ട് ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.